നമസ്കാരം. പുരസ്കാരങ്ങളും പുരസ്കാര നിർണയ സമിതികളുമെല്ലാം ഇടതുപക്ഷത്തോടുള്ള വിധേയത്വത്തിൻ്റെ പേരിൽ, അടിമത്തത്തിൻ്റെ പേരിൽ മാത്രം നിർവചിക്കപ്പെടുന്ന ഒരു കേരള സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത് ചലച്ചിത്ര കലാ സാംസ്കാരിക സംഘടനകളാവാം, പുരസ്കാരങ്ങളാവാം, ഇതിലെല്ലാത്തിലും നിങ്ങളുടെ സിദ്ധിയോ നിങ്ങളുടെ വ്യക്തിത്വമോ അല്ല, നിങ്ങൾ എത്രമാത്രം വിധേയനാണ് ഇടതുപക്ഷത്തോട് എന്നുള്ളത് മാത്രം ഒരു ഘടകമായി നിൽക്കുന്ന സാഹചര്യം ലോകത്തെ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസം പരീക്ഷിക്കുന്നു. അത് എല്ലാ കാലത്തും കേരളത്തിൽ ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ എല്ലാ കാലത്തും അത്തരത്തിലുള്ള സംഘടനകൾ തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഈ ഒരു അടിമത്തം മാത്രമായിരുന്നില്ല ഘടകം എന്നുള്ളതായിരുന്നു ഒരു 3-4 പതിറ്റാണ്ട് വരെയെങ്കിലുമുള്ള ഒരു സ്ഥിതിവിശേഷം. പക്ഷേ കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടായി പ്രത്യേകിച്ച് അത് മാത്രം മാനദണ്ഡമായി മാറുന്നത് നമ്മൾ കണ്ടു. അവിടെയാണ് ഇത്തരം ആളുകൾ, അത് ശാരദക്കുട്ടിയുണ്ട്, സക്കറിയുണ്ട്, സച്ചിദാനന്ദനുണ്ട്, സംവിധായകൻ കമലുണ്ട്, മധുപാലുണ്ട്, പ്രഭാവർമ്മയുണ്ട്, ഇത്തരം ആളുകൾ, അതിൽ ഇങ്ങനെ എണ്ണം അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടിമക്കമ്പനിയുടെ എണ്ണം ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ നീണ്ട എം മുകുന്ദനുണ്ട്. ഈ ആളുകളുടെ അതിപ്പോൾ സുഭാഷ് ചന്ദ്രൻ, KR മീര, ഇത്തരമൊരു അടിമച്ചങ്കൽ ഇങ്ങനെ നീണ്ടുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അത് SFIയും AKG സെൻറ്ററും സാഹിത്യ അക്കാദമിയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ പോയ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. നമുക്ക് വ്യക്തമായി നമ്മൾ മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു പിണറായിയുടെ ഭരണത്തിന് ശേഷം നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഏകാധിപത്യ പ്രവണതകൾക്ക് മേൽ നിങ്ങൾക്ക് എത്രമാത്രം മൗനം അവലംബിക്കാൻ കഴിയുമോ, എത്രമാത്രം വിധേയനായി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ, പറ്റുമെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ന്യായീകരണ പണി ഏറ്റെടുക്കാൻ കഴിയുമോ, അത്രമാത്രം നിങ്ങൾക്ക് സാഹിത്യകാരനോ ചലച്ചിത്ര സംവിധായകനോ നിൽക്കാൻ കഴിയുമെന്നുള്ളത് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണകൂടത്തെ ചോദ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ എണ്ണം പറഞ്ഞ സംവിധായകർക്കും സംഗീത സംവിധായകർക്കും ഒക്കെ പലപ്പോഴും പല കാലഘട്ടത്തിൻ്റെ മാറ്റം കൊണ്ടാവും, മറ്റു പല കാരണങ്ങളുണ്ടാവും അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വളരെ മികച്ച സംഗീത സംവിധായകരും തിരക്കഥാകൃത്തുകളും എല്ലാം ആളുകൾ അവർക്ക് പലർക്കും വിസ്മൃതിയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. പലപ്പോഴും ഇപ്പോൾ യൂട്യൂബിൽ അവരുടെ പാട്ടുകളും സിനിമകളും അഭിനയമൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എത്ര വലിയ പ്രതിഭകളായിരുന്നു അവരെന്ന് ഇപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കൊന്നും കിട്ടാത്ത പരിഗണനകൾ കമലിനെ പോലെയുള്ള ഒരു ശരാശരി താഴെ നിൽക്കുന്ന സംവിധായകന് ലഭിക്കുന്നത് ഇത്തരം വിധേയത്വത്തിൻ്റെ അതിൻ്റെ ഒരു ഏറ്റവും അതിൻ്റെ നിദർശനമാണ്. ശ്രീനിവാസൻ്റെ തിരക്കഥയിലുള്ള കുറച്ച് വെല്ലെണ്ണാവുന്ന ചില സിനിമകൾ ഒഴിച്ചു നിർത്തിയാൽ സംവിധായകൻ എന്ന നിലയിൽ കമലിന് ഏതെങ്കിലും രീതിയിലൊരു വൈഭവമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ശ്രീനിവാസൻ്റെ തിരക്കഥകളുടെ ശക്തി തന്നെയായിരുന്നു മിക്കവാറും അത്തരം സിനിമകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരം അടിമകളെ, ഇത്തരം ഒരു വിധേയ കൂട്ടങ്ങളെ സൃഷ്ടിക്കാൻ എങ്ങനെ കഴിയുന്നു. അവർ സാഹിത്യ അക്കാദമിയിലും ഒക്കെ, സക്കറിയെ പോലൊരു സാഹിത്യകാരനൊക്കെ മറ്റേതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ സാഹിത്യകാരൻ പോലും ആകാൻ കഴിയാത്ത ആളുകളാണ് സക്കറിയും ശാരദക്കുട്ടിയും ഒക്കെ. പക്ഷേ അവർക്കതിന് കഴിയുന്നത് ഈ ഒരു വിധേയത്വത്തിൻ്റെ ബലത്തിലാണ്. ഈ വിധേയത്വം പരസ്പര പൂരകമാണ്. ഭരണകൂടത്തിനും ഈ മേൽപ്പറഞ്ഞ സാഹിത്യകാർക്കും ഒരുപോലെ ഗുണങ്ങൾ. അത് പക്ഷേ കേരളം പോലൊരു പുരോഗമന സമൂഹത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം ഒരുപക്ഷെ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് സംഭവിക്കുന്നത്. ഒരു പരിധിയെങ്കിലും അതിനെ ഇത്തരം ഒരു മൗനം, സാഹിത്യ സാംസ്കാരിക മേഖലയിലെ മൗനം, സാംസ്കാരിക അടിമകളെന്ന് അവരെ വിളിച്ചാക്ഷേപിക്കാൻ കഴിയുന്ന വിധം പുരോഗമനപരമായ ഒരു സമൂഹം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കതിനെ അങ്ങോട്ട് ആ നഷ്ടം നമുക്ക് നികത്താൻ കഴിയും. ഒരു പ്രതിപക്ഷമായിട്ട് പൗരബോധമുള്ളൊരു ഒരു തലമുറ ഒരു സമൂഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയൊരു ഭീഷണി നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഒരു പരിധിവരെ നേരത്തെ പറഞ്ഞ മലയാളിയുടെ
സാംസ്കാരിക സാമൂഹിക നിലവാരം കുറഞ്ഞു വരുന്നൊരു ഘട്ടത്തിൽ ഇനി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അറിഞ്ഞു തുടങ്ങും. അപ്പോൾ ഇത്തരമൊരു ഒരു ഒരു സാഹചര്യത്തിലേക്ക് വിദ്യാഭ്യാസം കുറഞ്ഞവർ, പൗരാവകാശത്തെക്കുറിച്ച് അവബോധം കുറഞ്ഞവർ ഒക്കെയുള്ള ഒരു ജനതയിലേക്ക്, വലിയൊരു ജനക്കൂട്ടത്തിനിടയിലേക്ക് ഏകാധിപത്യ പ്രവണതകളുള്ള ഒരു ഭരണകൂടം ഇതേ രീതി തുടർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് വളരെ ആശങ്കയോടെ നമ്മൾ കാണേണ്ടിയിരിക്കും. അതാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് 4-5 മാസം മാത്രം അകലാവേ ഉള്ള ഈ പുരസ്കാരങ്ങളുടെ കുത്തൊഴുക്ക് നമ്മളെ കാണിക്കുന്നത്. ഈ ഒരു ഭീതിയാണ് അടിവരയിടുന്നത്. വലിയ വിപണികൾ ലക്ഷ്യമാക്കിയുള്ള ഒരു വിപണന തന്ത്രം എല്ലാ കാലത്തും എല്ലാവരും പയറ്റാറുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടണമെന്ന് ഇന്ത്യക്കാർക്കുള്ളതിനേക്കാൾ ആഗ്രഹം ഫിഫയ്ക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു. ഓസ്കാർ അടക്കമുള്ള പുരസ്കാരങ്ങളിൽ AR റഹ്മാൻ മുതൽ RRR വരെയുള്ള നിലവാരം കുറഞ്ഞ വ്യക്തികൾക്കും ചലച്ചിത്രങ്ങൾക്കും പുരസ്കാരം ലഭിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റാണ്. AR റഹ്മാനും AR റഹ്മാനായാലും രാജമൗലി ആയാലും ഓരോ സിനിമയും എത്രയധികം വിദേശ സിനിമകളെ അനുകരിച്ചിട്ടാണ്, ആ വിദേശ സിനിമകളുടെ രംഗങ്ങൾ കൂട്ടിച്ചേർത്താണ് ഓരോ സിനിമകളും ഓരോ പാട്ട് നിർമ്മിക്കുന്നതെന്ന് ഹോളിവുഡിനോ ഓസ്കാർ പുരസ്കാരം നൽകുന്നവർക്കോ അറിയാനിട്ടല്ല. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു വിപണി, ഓസ്കാറിൻ്റെ നിലവാര തകർച്ചയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും അന്താരാഷ്ട്ര മേഖലയിൽ 140 കോടി ജനങ്ങൾ, യൂറോപ്പിൻ്റെ മൊത്തം ജനസംഖ്യകൾ കൂടുതൽ ജനസംഖ്യയുള്ള ഒരു കൂട്ടം ആളുകളിലേക്ക് ചെന്നെത്താൻ തങ്ങളുടെ സിനിമകളും തങ്ങളുടെ വാണിജ്യവുമെല്ലാം അവരിലേക്ക് എത്തണമെങ്കിൽ തങ്ങളെ അവർ കൂടെ ചേർക്കുന്ന ആ വിഭാഗത്തെ ബോധിപ്പിക്കണം എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഇത്തരം വില കുറഞ്ഞ പുരസ്കാരങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ എന്നുള്ളത് നൽകപ്പെടുകയല്ല, അത് വിൽക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ സാഹിത്യകാരന്മാർ അത് വില കൊടുത്ത് വാങ്ങുന്നത് പോലെ, വിധേയത്വത്തിലൂടെ വാങ്ങുന്നത് പോലെയല്ല ഹോളിവുഡ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓസ്കാർ അത് ചെയ്യുന്നത്. വലിയൊരു വിപണി, പ്രത്യേകിച്ചും ഈ OTTയും വാട്സപ്പൊക്കെ ഉള്ളൊരു കാലത്ത്, കോവിഡിന് ശേഷമുള്ള കാലമൊക്കെ വരുമ്പോൾ വലിയ വിപണി ലക്ഷ്യമാക്കിയുള്ള ഈ പുരസ്കാരം, ഇത്തരം പുരസ്കാരങ്ങൾ പക്ഷേ പ്രധാനപ്പെട്ട ഇത് വിപണിയായി ഒരു സാമ്പത്തിക തലത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അതിന് സാംസ്കാരികമോ സാമൂഹികമായ എന്തെങ്കിലും പ്രത്യാഘാതമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഉണ്ട് എന്ന് വെച്ചാൽ ഇത്തരം ശരാശരി AR റഹ്മാനെ പോലുള്ള ശരാശരി സംഗീത സംവിധായകനോ RRR പോലുള്ള സിനിമകളൊക്കെ വലിയ രീതിയിൽ വലിയ ആഗോളത്തിൽ വലിയൊരു പിന്തുണ ഇത്തരം സിനിമകൾക്ക്. ഇത് ശരിയായ സിനിമയാണ്, ശരിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആളുകളുടെ മാനസികാവസ്ഥ പാകപ്പെടുകയും ചെയ്യും. അത്തരം പ്രത്യാഘാതങ്ങളുണ്ട്. എങ്കിൽ പോലും താരതമ്യേന രാഷ്ട്രീയ സാമൂഹികമായ ഒരു പ്രത്യാഘാതം അതിന് താരതമ്യേന വളരെ കുറവാണ്. അവിടെയാണ് ഇത്തരം പത്മ പുരസ്കാരങ്ങളടക്കമുള്ളവയിൽ, അല്ലെങ്കിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരമുള്ളവയിൽ പെടുത്തുന്ന രാഷ്ട്രീയം നമ്മൾ ചിന്തിക്കേണ്ടത്. പല കാരണങ്ങൾ കൊണ്ടാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് അത് ഏതെങ്കിലും സംസ്ഥാനത്തിലാവാം, ഏതെങ്കിലും ഒരു പ്രത്യേക നിയമസഭാ സീറ്റാവാം, ലോക്സഭാ സീറ്റാവാം, ദേശീയ സംസ്ഥാന തിരഞ്ഞെടുപ്പാവാം, അതുമല്ലെങ്കിൽ ഒരു ദേശീയത, അതിർത്തിയിലെ ഏതെങ്കിലും യുദ്ധത്തിൻ്റെ പേരിൽ ദേശീയതയെ ഉണർത്തേണ്ടതാവാം. ഇത്തരം വിഷയങ്ങൾ എല്ലാം വരുന്ന സമയത്ത് ചലച്ചിത്ര പുരസ്കാരങ്ങളിലൂടെ ആളുകളെ ഉത്തേജിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് തോന്നിപ്പിക്കുക, ഇതെല്ലാമായിട്ട് പുരസ്കാരങ്ങൾ ഉപയോഗിക്കുന്ന രീതി നരേന്ദ്രമോദി വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. പ്രതിപക്ഷം നിശബ്ദമാക്കിക്കൊണ്ട് ഭരണഘടനയും പാഠ്യപത്രികകളും എല്ലാം തന്നിലേക്ക് ചുരുക്കുന്ന രീതിയിലേക്ക് തുറന്നു കൊണ്ടുപോകുമ്പോഴും പല കോണിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 50% ആളുകൾ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യത്ത് അവരുടെ വീരാരാധനയോ അവരുടെ വൈകാരികതയോ അവരുടെ ഭാഷയോടോ മതത്തോടോ ജാതിയോടോ സംസ്കാരത്തോടുള്ള ഒരുതരം അഭിനിവേശത്തെ ഉപയോഗപ്പെടുത്തിയോ കൊണ്ട് നിലനിൽക്കാൻ നരേന്ദ്രമോദി കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്ഥിതിവിശേഷം ഇതൊരു വിപണിയായിട്ടത് മാറുന്നത്. ഇത്തരം പുരസ്കാരങ്ങൾ ലഭിച്ചവരിൽ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി നൽകിയ പുരസ്കാരങ്ങളിൽ
അത് അർഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, തീരെ ചെറുതല്ലാത്ത ശതമാനമുണ്ട്. എങ്കിൽ പോലും ഇതിൻ്റെ പ്രാഥമികമായ ഉദ്ദേശമെന്ന് പറയുന്നത് അതുതന്നെയാണ്. പലപ്പോഴും ഇത്തരം ഒരു രീതിയിലേക്ക് തന്നിലേക്കും തന്നെ വിധേയരിലേക്കുമൊക്കെ രാഷ്ട്രീയത്തെയും സാംസ്കാരിക മേഖലയുമൊക്കെ ചുരുക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചതിൻ്റെ പ്രത്യാഘാതം ഇന്നും ഈ നിമിഷവും കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്. അത് BJP തിരിച്ചറിയുന്നുണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് പുരസ്കാരങ്ങളുടെ അന്തസ്സിനെ പോലും, പുരസ്കാരങ്ങൾ നേടിയവരുടെ ആത്മാഭിമാനത്തെപ്പോഴും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത്തരം പുരസ്കാരങ്ങൾ പോകുന്നത്. ഇതിൽ നമ്മൾ PSC റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് പറയാൻ കഴിയും. ടെസ്റ്റ് എഴുതി പാസ്സായവരെ പോലും ആളുകൾ സംശയത്തോടെയാണ് നോക്കുന്നത്. നിനക്കൊരു പരീക്ഷ കിട്ടിയാൽ, ഒരു പരീക്ഷ പാസ്സായത് നീ SFIക്കാരനായതുകൊണ്ടാണല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ്. ആത്മാഭിമാനത്തോടെ എഴുതുന്ന ഒരു സാഹിത്യകാരനോടും, ആത്മാഭിമാനത്തോടെ എഴുതുന്ന ഒരു സാഹിത്യകാരന് ഏതെങ്കിലും പുരസ്കാരമോ കേരളത്തെ സാഹിത്യ ചലച്ചിത്ര മേഖലയിൽ എന്തെങ്കിലും ഉന്നതമായ സ്ഥാനമോ ലഭിച്ചാൽ ഇന്നലെ രാത്രി AK സെൻറ്ററിന് പുറത്ത് വാലാട്ടി നിൽക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് അടിമകളുടെ ഒരു കൂട്ടമായിട്ട് കേരളത്തിലെ സാംസ്കാരിക മാധ്യമ മേഖല അല്ലെങ്കിൽ അതപ്പതിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതേ ഒരു സംവിധാനം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പുരസ്കാരം ലഭിച്ചവരിൽ അത് അർഹിക്കുന്നവരുണ്ടെങ്കിൽ പോലും അത് ആ നിമിഷം ചെയ്യുന്നതിലെ സാങ്കത്യം ചോദ്യം ചെയ്യപ്പെടുകയാണ്. പല രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ചലച്ചിത്രങ്ങൾക്ക് പുരസ്കാരം നൽകുന്നതിൽ വിവിധ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളുണ്ട്. അതിൽ ഉറിയുണ്ട്, പുഷ്പയുണ്ട്, കർപ്പൂരി ഠാക്കൂറുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറുണ്ട്. അപ്പോൾ ഇത്തരം പുരസ്കാരങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? ഇന്ത്യയിലെ വിവിധ ദേശവിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ സംവരണം വേണം എന്നുള്ളൊരാശയം പോലെ പുരസ്കാരങ്ങളിലൂടെ ഒരു വലിയ വിപണി ലക്ഷ്യമിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അത് തീർച്ചയായും ഭയമുണ്ടാക്കുന്നതാണ്. എന്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും വ്യക്തമായ ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല. പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്നവരുണ്ട്. എന്നാൽ ഈ പൈസ വാങ്ങിച്ചവർ ആ പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കൃത്യമായ അതിനൊരു അളവുകോളൊന്നുമില്ല. പക്ഷേ ഇത്തരം പുരസ്കാരങ്ങൾക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയും. അത് ചലച്ചിത്ര പുരസ്കാരമാവാം, ഒരു ചലച്ചിത്രമാവാം, ഒരു പത്മ പുരസ്കാരമാവാം, ഏതെങ്കിലും ഒരു സാംസ്കാരിക സാമൂഹിക സംഘടനയിലെ അംഗത്വമാവാം. ഇത്തരം നടപടികളിലൂടെ ഒരു പ്രാതിനിധ്യം അവർ നൽകുകയാണ്. നരേന്ദ്രമോദി നൽകുന്ന ഒരു പ്രാതിനിധ്യമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ സ്ഥാനം തന്നത് അല്ലെങ്കിൽ ഈ പുരസ്കാരം തന്നത്, നിങ്ങളുടെ വെളിപ്പുറത്ത് ഞാനുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു രീതി. അത്തരം ഒരു രീതി അവലംബിക്കുന്നതിലൂടെ പുരസ്കാരങ്ങളുടെ സ്വാഭാവികതയെ, മഹത്വത്തെ, വിശുദ്ധിയൊക്കെയാണത് ചോദ്യം ചെയ്യുന്നത്. ഇതിനെ നേരിടാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിന് നമുക്ക് വ്യക്തമായ നിർവചനമില്ല. കാരണം പുരസ്കാരങ്ങൾ നൽകുന്നതായാലും മറ്റ് കാര്യങ്ങളല്ല, ഇതിലൊന്നും കൃത്യമായൊരു ചട്ടക്കൂടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരിടത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്, നോബൽ പുരസ്കാരം കിട്ടാൻ വേണ്ടി ഗബ്രിയേൽ മാർക്കേസ് നടത്തിയ അറപ്പുളവാക്കുന്ന ചില നടപടികൾ. 1980 മുമ്പ് കൊല്ലപ്പെട്ട ഒരു യുവ സാഹിത്യകാരൻ്റെ മരണത്തിൽ മാർക്കേസ് അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്ന് വരെ തെളിയിക്കുന്ന രേഖകളുണ്ട്. പക്ഷെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ഇതെല്ലാം പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് അധികാരത്തോടും പുരസ്കാരങ്ങളോടും പ്രശസ്തിയോടും താല്പര്യമുള്ളവർ രാഷ്ട്രീയ മേഖല ഉള്ളതിനേക്കാൾ കൂടുതൽ സാംസ്കാരിക സാഹിത്യ മേഖല ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് തെളിയിക്കുന്നത് വലിയൊരു വിപണി നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ നിങ്ങളോടുള്ള വിധേയത്വം കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് പുരസ്കാരം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്തരമൊരു ഒരു 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 പരസ്പര പൂരകമായ ഒരു പുരസ്കാര സംവിധാനം ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ കേരളത്തിൽ ഇതിനെ എതിർക്കാൻ പൗരസമൂഹം കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു, കുറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിൽ അത് അങ്ങനൊരു സംഭവമേ ഇല്ല. കാരണം പ്രത്യേകിച്ചും ബീഹാർ, ഉത്തർപ്രദേശ് അടക്കമുള്ള എല്ലാം കൊണ്ടും സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം കർപ്പൂരി ഠാക്കൂറിനെ പോലൊരു വ്യക്തിയെ
എനിക്ക് പുരസ്കാരം നൽകുന്നത് തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, പൂർണ്ണമായും പറയാൻ കഴിയില്ല. ഒരു എത്രയോ നിതീഷ് കുമാർ അടക്കമുള്ള ആളുകൾ എത്രയോ ഉന്നതനാണ് ആ വ്യക്തി. അപ്പോൾ അതിനെ എതിർക്കുകയോ എതിർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ പുരസ്കാരം നിങ്ങൾ നൽകി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ലേ എന്ന് ചോദിക്കാൻ കഴിയാത്ത വിധം, നമ്മൾ നേരത്തെ രാമക്ഷേത്രത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ അത്തരം രീതിയിലേക്ക് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്തുന്നു. അവിടെ പുരസ്കാര നിർണ്ണയങ്ങളുടെ അന്തസത്ത, അതിൻ്റെ ഒരു അന്തസ്സ്, അതിൻ്റെ ഒരു വിശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക. നേരത്തെ പറഞ്ഞില്ല, കേരളത്തിലെ പുരസ്കാരങ്ങൾക്ക് പുതിയൊരു ചട്ടക്കൂട് ഉണ്ടാവണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനാപരമായി പുതിയൊരു ചട്ടക്കൂട് ഉണ്ടാവേണ്ടിയിരിക്കും. പത്മശ്രീ പുരസ്കാരങ്ങൾ എന്തിൻ്റെ പേരിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്, പ്രത്യേകിച്ചും മരണാനന്തരമായി നൽകാൻ പാടില്ല എന്ന രീതിയിലൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ എന്നത് ഒരു സേവനത്തെ രാജ്യം അംഗീകരിക്കുന്നതാണോ അതോ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം അംഗീകരിക്കുന്നതാണോ എന്നുള്ള ഒരു സന്ദേഹം പൊതുസമൂഹത്തിൽ വരികയാണ്. രാജ്യമാണ് ഒരു സേവനത്തെ അംഗീകരിക്കേണ്ടത്, ഒരു സിദ്ധി അംഗീകരിക്കേണ്ടത്. പക്ഷെ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുമ്പോൾ അതിന് പലതരം അർത്ഥതലങ്ങളുണ്ട്, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട്. സുപ്രീം കോടതി ജഡ്ജായാലും IAS IPS ഓഫീസർമാരായാലും വിരമിച്ചതിന് ശേഷം ഭരണകൂടങ്ങളുമായി യോജിച്ച് പോകരുത്, ഭരണഘടനാ പദവികൾ വഹിക്കരുത് എന്നെല്ലാം പറയുന്നതിന് പിന്നിൽ കൃത്യമായ ആശയമുണ്ട്. നിഷ്പക്ഷമായ സുതാര്യമായ ഒരു പൊതു സംവിധാനം, പൊതുമേഖല, പൊതുസേവകരെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിന് പിന്നുള്ളത്. ഈ പൊതുമേഖലയും ഈ പൊതുസേവനത്തിന് പെടുന്നതാണ് സാഹിത്യ സാംസ്കാരിക പുരസ്കാരങ്ങളും ഇത്തരം സമിതികളും. കഴിവിനെ വിലയിരുത്തുന്ന, സേവനത്തെ വിലയിരുത്തുന്ന ഒരു സംവിധാനം പാടെ അട്ടിമറിക്കപ്പെടുക. ഇത് ഒരു മോഡിയിലോ ഒരു പിണറായിയോ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോ ചുരുങ്ങുന്നതല്ല. എല്ലാ ഏകാധിപത്യ ഭരണകൂടത്തിൻ്റെയും ആവശ്യമാണ് വിധേയരെ സൃഷ്ടിക്കുക എന്നുള്ളത്. പക്ഷെ അത് സാഹിത്യ സാംസ്കാരിക മേഖലയിലേക്ക് അത് കടന്നു ചെല്ലുമ്പോൾ, മാധ്യമ മേഖലയിലേക്ക് അത് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം തലമുറകളിലേക്ക് അത് പടരുകയാണ്. കാരണം നാലാം തൂണ് എന്ന് പറയുന്നതാണ് മാധ്യമം. ആ മാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങൾ മാത്രമല്ല, മറ്റ് പ്രതിപക്ഷ സ്വരമായ സാഹിത്യ സാംസ്കാരിക ചലച്ചിത്ര മേഖലകളെല്ലാം വിലക്കപ്പെട്ടതോ ഭരണകൂടങ്ങൾ പറയാൻ ആഗ്രഹിക്കാത്തതോ ഭരണകൂടങ്ങൾ മറച്ചു വെച്ചതോ ആയ കാര്യങ്ങൾ പൊതുസമൂഹത്തോട്, കാലത്തോട്, തലമുറകളോട് പറയുക, അറിയിക്കുക, മറനീക്കി പുറത്തു കൊണ്ടുവരിക എന്നുള്ള വളരെ വിശാലമായ, വളരെ വിശുദ്ധമായ ദൗത്യമാണ് മാധ്യമ മേഖലയ്ക്കുള്ളത്. നേരത്തെ പറഞ്ഞ സാഹിത്യ സാംസ്കാരിക മേഖലയ്ക്കുള്ളത്. ഒരു നീതിപീഠം എത്രമാത്രം പൗരൻ്റെ ഭരണഘടനാ അവകാശങ്ങൾക്ക് കാവൽ നിൽക്കുന്നുവോ, പരിരക്ഷ നൽകുന്നുവോ, ഭരണഘടനയും നിയമവും എങ്ങനെ അതിന് പരിഗണന നൽകുന്നുവോ, എങ്ങനെ ഒരു കരുത്ത് നൽകുന്നുവോ, എങ്ങനെ ഒരു താങ്ങ് നൽകുന്നുവോ, എങ്ങനെ ഒരു അവസാനത്തെ അത്താണിയായിട്ട് നിലനിൽക്കുന്നുവോ, അതേ രീതിയിലാണ് സാഹിത്യവും കലയുമെല്ലാം ഉൾപ്പെടുന്ന മാധ്യമ ലോകവും നിലനിൽക്കേണ്ടത്. പൂർണ്ണമായും വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മാധ്യമ സംസ്കാരം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഏറെക്കുറെ 99% മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും ഏതെങ്കിലും നമുക്ക് പല വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല, ഏതെങ്കിലും രാഷ്ട്രീയ മത പ്രസ്ഥാനങ്ങളുടെ ശമ്പളക്കാരാണെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വന്തമായി പ്രവർത്തിക്കുന്ന കലയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു. ഇനിയിപ്പോൾ ആ പുരസ്കാരം ലഭിച്ച കലാകാരിയോ ആ ഒരു ആശയമോ അല്ലെങ്കിൽ ആ ഒരു വിഭാഗമോ പുരസ്കാരം നൽകിയെന്നുള്ളൊരു കാരണം കൊണ്ട് ഈ ഭരണകൂടത്തോട് വിധേയത്വം കാണിച്ചിട്ടെങ്കിൽ പോലും അത് സൃഷ്ടിക്കുന്ന ഒരു സ്വാധീനമുണ്ട് തിരഞ്ഞെടുപ്പ് വഴി. പ്രത്യേകിച്ച് വീരാരാധന നിലനിൽക്കുന്ന ദക്ഷിണേന്ത്യ പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, ഒരിടത്ത്, ഒരു പ്രദേശത്ത് തങ്ങൾക്കിഷ്ടപ്പെട്ട തങ്ങളുടെ ഭാഷയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നു, തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് പുരസ്കാരം ലഭിക്കുന്നു എന്നെല്ലാം ഉണ്ടാകുമ്പോൾ അതൊരു വലിയ നമുക്ക് ഉദ്ദേശിക്കുന്നേക്കാൾ വലിയ ചിത്രം അത് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നിഷ്പക്ഷ സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്നത്, പുരസ്കാര നിർണ്ണയത്തിന് പുതിയൊരു മാനദണ്ഡം നമ്മൾ കൊണ്ടുവരിക. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ തിരഞ്ഞെടുത്തത് എന്ന് പൊതുസമൂഹത്തിൽ സംവദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ കുറച്ച് വർഷത്തെ സേവനമാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നുള്ള പുതിയ മാനദണ്ഡം നമ്മൾ ഉണ്ടാവേണ്ടി. അതുമാത്രമല്ല,
ഒരു സർക്കാർ നൽകുന്നതല്ല, രാജ്യം നൽകുന്നതാണ്. ആ രാജ്യം എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞു പോയവരും നാളെ വരാനിരിക്കുന്നവരുമായ എല്ലാ തലമുറകളും ഉൾപ്പെടുന്നതാണ് ഒരു രാജ്യം, ഒരു പ്രദേശം, ഒരു ജനത എന്ന് പറയുന്നത്. അവർ നൽകുന്ന പുരസ്കാരമാണിത് എന്ന് പൊതുജനത്തെ ബോധിപ്പിക്കാൻ കഴിയുന്ന വിധമുള്ളൊരു ഒരു നിഷ്പക്ഷമായ സുതാര്യമായ സംവിധാനം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. അതിനെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വലിയൊരു ക്യാമ്പയിനായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നത്. എൻ്റെ ഭാഷയിൽപ്പെട്ട ആളുകൾക്ക്, എൻ്റെ മതത്തിൽപ്പെട്ട ആളുകൾക്ക്, എൻ്റെ ജാതിയിൽപ്പെട്ട ആൾക്ക് പുരസ്കാരം കിട്ടിയിട്ടുണ്ടല്ലോ, ഇത്രകാലം മറ്റ് മുമ്പ് ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം നൽകിയിരുന്നില്ലോ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകുന്ന നിമിഷം നേരത്തെ പറഞ്ഞ പോലെ ഭരണകൂടത്തിൻ്റെ സമത്വ ജനാധിപത്യ ലോകത്തിൻ്റെ 4ാം തൂണ് കണ്ണടക്കുകയാണ്. നമുക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ഭീതി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഇടുങ്ങിയ രാഷ്ട്രീയ താല്പര്യങ്ങൾ നമ്മൾ കളഞ്ഞു തീരും. കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി, കുറച്ച് സീറ്റുകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കുറച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, 2-3 ഇൻ്റർവ്യൂകൾക്ക് വേണ്ടി എവിടെ ചെന്നും നട്ടൽ ഉളയ്ക്കാൻ തയ്യാറായ സാംസ്കാരിക നായകന്മാർ. ഈ ചിത്രം നമ്മൾ തുടച്ചു മാറ്റിയേ തീരൂ. ജനാധിപത്യം എന്നുള്ളത് പ്രതിഷേധമാണ്, പ്രതിപക്ഷമാണ്. അത് കാലങ്ങളോളം ഉയർന്നു കേൾക്കേണ്ട പ്രതിധ്വനികളാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയോടോ, ഏതെങ്കിലും ഒരു ഭരണകൂടത്തോടോ, ഏതെങ്കിലും ഒരു ആശയത്തോടോ ഉള്ള വിധേയത്വമല്ലത്. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളായാലും ആ ഭരണകൂടങ്ങളുടെ ആശയങ്ങളായാലും അത് കടന്നുപോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ജനത എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. ആ സംസ്കാരം എന്ന് പറയുന്നത് അടഞ്ഞിട്ടതല്ല, കാലാതിവർത്തിയുമല്ല. അത് കാലത്തോടൊപ്പം സഞ്ചരിച്ച് സ്വയം നവീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക വിധേയത്വത്തിൻ്റെ ഒരു മതിൽക്കെട്ടിൽ അകത്തേക്ക് ഒരു രാജ്യത്തെ ചുരുക്കിക്കൊണ്ട്, ഒരു മഹത്തായ ഒരു ജനവിഭാഗത്തെ ചുരുക്കിക്കൊണ്ട് രാഷ്ട്രീയമായി അവരിലേക്ക് കടന്നെത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ആ ഒരു ആശയം കുറഞ്ഞപക്ഷം പൊതുജനമെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മരണത്തിന് കാരണമായത് ഈ ഒരു ചിന്താഗതി തന്നെ. അടിമകളെ സൃഷ്ടിച്ച്, വിധേയരെ സൃഷ്ടിച്ച്, ഉപജാപകരെ സൃഷ്ടിച്ച്, 4ാംകിട സാമൂഹിക പ്രവർത്തകരെ സൃഷ്ടിച്ച് അവരിലൂടെ നിലനിൽപ്പ് തേടുന്ന ഏകാധിപതികളായ ഭീരുക്കളായ ഭരണാധികാരികളെ സൃഷ്ടിച്ച് കടന്നു പോകുന്ന സമൂഹങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നുള്ളതിന് റഷ്യയും ചൈനയും ഇപ്പോൾ കണ്ണൂരുമെല്ലാം അതിന് പ്രത്യക്ഷോദാഹരണങ്ങളാണ്. നമ്മൾ തിരിച്ചറിഞ്ഞ ചെയ്തു നമ്മൾ പ്രതികരിച്ചിരിക്കും. പുരസ്കാരങ്ങൾ അംഗീകാരങ്ങളാണ്. കാലത്തിൻ്റെ, സമൂഹത്തിൻ്റെ, ഇന്നലെകളുടെ, നാളെകളുടെ കരുതലാണ്. അത് രാഷ്ട്രീയത്തിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ ചട്ടക്കൂടിൽ ഒഴുകുന്നതല്ല. താങ്ക് യു.